ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലുള്ളത് ഒരു കത്തിരിക്ക ഫ്രൈയും ചട്ടിയിൽ ചോറ് കഴിക്കുന്നതാണ്. അതായത് ചട്ടിയിലാണെങ്കിൽ ഇത് വന്നിട്ട് കത്തിരിക്ക സാധാരണ മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ പൊടികളൊക്കെ ഇട്ട് ഇപ്പോൾ മഞ്ഞൾപ്പൊടി, മുളകും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുക. ഇപ്പോൾ ചട്ടിച്ചോറിന് കുറേ മലക്കറി, തോരൻ അങ്ങനെയൊക്കെ വെച്ച് ഈ ചട്ടിയിലൊക്കെ സെറ്റ് ചെയ്ത് കഴിക്കുമ്പോൾ അതിൻ്റെ ഒന്നിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുന്നില്ല. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. സാധാരണ പണ്ടൊക്കെ ഈ മീൻ പൊരിക്കുന്ന എണ്ണയിൽ ചോറൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അതുപോലെയാണ് ഈ ചട്ടിയിൽ തന്നെ മീൻ ഫ്രൈ ചെയ്യുക. ഇപ്പോൾ സാധാരണ ഫ്രൈ ചെയ്യാൻ നിങ്ങൾ എന്തൊക്കെ ഇടുന്നു അതുപോലെ തന്നെ ഇട്ടിട്ടുള്ളത്. മുളക്, മഞ്ഞ, ഉപ്പ്, കുറച്ച് കുരുമുളകും എല്ലാം കൂടെ ഇട്ട് കുറച്ച് ഫ്രൈ ചെയ്യുക. അപ്പം കൂടുതലുണ്ടെങ്കിലും ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് ഓരോ ചട്ടിയിലാക്കി പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ ചതച്ചിടുക. എന്നിട്ട് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുക്കുക. ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇങ്ങനെ ഇടുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റാണ്. എന്നിട്ട് ഈ ചട്ടിയിൽ തന്നെ ഇതിൽ തന്നെ ഈ ചൂടോട് തന്നെ ചോറിടുക. കുറച്ച് സമയം അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. നല്ല ഫ്രൈ ആവണ്ട, ഈ അളവിലായാൽ മതി. എന്നിട്ട് ചോറിട്ട് ആ ചൂട് ചട്ടിയിൽ ചോറിട്ടിട്ട് അതിൻ്റെ കൂടെ ഇപ്പം ഇത് മാത്രം വെച്ച് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഇത് വേവിച്ച മരിച്ചിനെയാണ് വയ്ക്കുന്നത്. എന്നിട്ട് കത്തിരിക്ക ഫ്രൈ, കുറച്ച് മീൻകറി, ഒരുപാട് മലക്കറി, തോരൻ ഇങ്ങനെയൊക്കെ വയ്ക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറും. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എല്ലാം കൂടെ സെറ്റ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വയ്ക്കുക. ചൂടിൽ തന്നെ നന്നായിട്ട് സെറ്റായി വരും. ഈ ദമ്മിൽ ബിരിയാണിയൊക്കെ ദം ചെയ്ത് വയ്ക്കുമല്ലോ, അതുപോലെ ഈ ചൂടിലങ്ങ് അടച്ച് വെച്ചിട്ട് കുറച്ച് ചൂട് തണുത്ത പിന്നെ കഴിക്കുക. നല്ല ടേസ്റ്റുമാണ്. പണ്ടൊക്കെ ഞങ്ങളെ നാട്ടിലുള്ളവരൊക്കെ ഇങ്ങനെയൊക്കെ കഴിക്കും. ഇത് അവിടെയൊക്കെ മീൻ ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ